പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മുന്നണികൾ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പൂങ്കോട് ജനതയുടെ വിധി നാളെ ജനകീയ കോടതിയിൽ പ്രഖ്യാപിക്കുമ്പോൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ വിലയിരുത്തലുകൾ നടത്തുന്നു എങ്കിലും പൂങ്കോട് മേഖലയിലെ സാധാരണ ജനങ്ങളുടെ ഇടയിലും രാഷ്ട്രീയ ചിന്തകരിലും ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും സാക്ഷിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടിയൊഴുക്കുകൾ ശക്തമായി ഉണ്ടായില്ല എങ്കിലും നേരിയ തരത്തിൽ ഒഴുക്കുകൾ വന്നിട്ടുണ്ട്. ഇത് ആരെ തുണയ്ക്കും ആരെ താഴ്ത്തും എന്നുള്ള ചിന്താഗതിയിലാണ് മൂന്ന് മുന്നണികളും. ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് സാക്ഷി പോകുന്നു. നിരവധി ഇലക്ഷനുകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചടയമംഗലം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന സുദേവൻ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ തെരഞ്ഞെടുപ്പില് ഇടതുമുന്നണിയുടെ പ്രവർത്തനം ഏറ്റവും ശ്രദ്ധേയമായ തരത്തിലാണ് നടന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് നല്ല ഉറപ്പും വിശ്വാസവുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ച തന്നെയാണ്. LDF കൃത്യമായും വിജയിച്ചിരിക്കും, ഉറപ്പായും വിജയിച്ചിരിക്കും, യാതൊരു സംശയമില്ല. ഈ വിജയിക്കും എന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇത്രമാത്രം ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നത്? കഴിഞ്ഞ 4 ടേമിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം, അവർ മെമ്പർമാരായിരുന്നിട്ടുള്ള പ്രവർത്തനം മാത്രം വിലയിരുത്തിയാൽ മതി. കഴിഞ്ഞ 4 തവണത്തെയും ജനപ്രതിനിധികൾ, രാജേണ്ണനായാലും ശരി, മഞ്ജു ആയാലും ശരി, മക്കു ആയാലും ശ്രീജ ആയാലും എല്ലാം തന്നെ അങ്ങേയറ്റം ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വാർഡിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ജനകീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് തന്നെ ഞങ്ങൾക്ക് വലിയ നേട്ടമാണ്. ഞങ്ങളെ കൃത്യമായി ഞങ്ങൾ ജനത്തെ കാണുന്നത് പോലെ ജനം തീർച്ചയായും ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കൃത്യമായ തരത്തിൽ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. അത് വിജയത്തെക്കുറിച്ച് പിന്നൊന്ന് പറയുമ്പോൾ ശരിക്കും BJP അവരുടെ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം വളരെ വർദ്ധിക്കും. അവര് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്നാലും ഞങ്ങൾ പരാജയപ്പെടില്ല, ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ ഭൂരിപക്ഷത്തിലായിരിക്കും അല്പം കുറവ് വരാൻ കഴിയും. കൃത്യമായും ജയിക്കും എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ നേരിയ തോതിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രചരണത്തെ എങ്ങനെ കാണുന്നു? അടിയൊഴുക്ക് എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. രാഷ്ട്രീയത്തിൽ ശരിയും തെറ്റുമുണ്ടല്ലോ. അപ്പൊ ശരികേട് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറ്റി വോട്ട് ചെയ്യും. ശരിയാണെങ്കിൽ ജനാധിപത്യപരമായി ശരിയായ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യും. അപ്പൊ അടിയൊഴുക്ക് എന്നുള്ള അഭിപ്രായം നമുക്കില്ല. ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ തവണ ഞങ്ങൾ 18 വോട്ടിനാണ് ജയിച്ചത്. അതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും, അത് ഉറപ്പാണ്. വിശ്വാസവും പ്രതീക്ഷയും അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. നാളെ നമുക്ക് കാണേണ്ടി വരും, ഉറപ്പായും നമ്മൾ ജയിച്ചിരിക്കും. വോട്ടെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. UDFന്റെ വിജയ സാധ്യത എത്രമാത്രം കൽപ്പിക്കുന്നു? ഞങ്ങള് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 100-ൽ പരം വോട്ടുകൾക്ക് നമ്മൾ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം ആ രീതിയിലുള്ള ഒരു വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഇവിടുത്തെ വികസിതമല്ലാത്ത പ്രവർത്തനങ്ങൾ, ഒരു വികസനവും ഇല്ലാത്തൊരു വാർഡെന്ന് പറയേണ്ട പഞ്ചായത്ത്, ആ വിശേഷിച്ചും ഈ പൂങ്കോട് വാർഡിൽ യാതൊരു വികസനവും എത്തിച്ചേർന്നിട്ടില്ല. അതൊക്കെ തന്നെ ജനങ്ങൾ വിലയിരുത്തി UDFന് അനുകൂലമായിട്ട് അതുപോലെ നിശ്ചയദാർഢ്യമുള്ളൊരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രചരണമുണ്ട്, അതിനെ എങ്ങനെ കാണുന്നു? അതിനെപ്പറ്റി നമുക്ക് വലിയ ധാരണകളൊന്നുമില്ല. അടിയൊഴുക്കുകൾ എല്ലാ ഇലക്ഷനുകളിലും ഉണ്ടാകും, അതുപോലെ ഈ ഇലക്ഷനിലും ഉണ്ടായിരിക്കും. എന്തായാലും ശരി തന്നെ, നമ്മുടെ സ്ഥാനാർത്ഥി നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് സംഘടനാ രംഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും
നോട് ചേർന്നുള്ള ഒരു വോട്ട് നമുക്ക് ഭൂരിപക്ഷമായി ലഭിക്കുമെന്ന് തന്നെയാണ് അസന്നിഗ്ധമായി പറയുവാൻ കഴിയും. ഒരു സംശയവുമില്ല. കാരണം അത്രത്തോളം സജീവമായി പ്രവർത്തിക്കുവാൻ UDF-ന് ഈ വാർഡിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല LDF-ൻ്റെതായ വികസനമില്ലായ്മ നമുക്ക് ഒട്ടേറെ പറയാനുണ്ട്. നിരവധി വികസനമില്ലായ്മകൾ പറയുവാനുണ്ട്. അതെല്ലാം തന്നെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഏറെയും. അപ്പോൾ എന്തായാലും നാളെ ജനകോടതി വിധി എഴുതും. തീർച്ചയായിട്ടും. അപ്പോ ഈ വിജയപ്രതീക്ഷ അതുപോലെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കും. തീർച്ചയായിട്ടും നിലനിൽക്കും. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുമുണ്ട്. ഇടതുമുന്നണിക്ക് ചുക്കാൻ പിടിച്ച വിമൽ കുമാർ പ്രതികരിക്കുന്നു. ചോദ്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയ സാധ്യത എത്രമാത്രം കൽപ്പിക്കുന്നു? പോളിംഗ് കണ്ട നിലയ്ക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച വോട്ടുകൾ മുഴുവൻ പോളിംഗ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്കിതിലൊരു അങ്കലാപ്പ് ഇപ്പോൾ. എന്നാൽ ചില അങ്കലാപ്പുകൾ ഉള്ളത് ഇവിടെ ചില മുന്നണികളുടെ ചില യോജിച്ചുള്ള പെരുമാറ്റവും യോജിച്ചുള്ള പ്രവൃത്തിയും അവരുടെ ചില നേതാക്കൾ ഈ രംഗത്ത് ഇല്ലാത്തതും ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അടിയൊഴുക്കുകൾ ഉണ്ട്. ആരെ സഹായിക്കും? UDF-നെ സഹായിക്കാനാണ് അവർ അടി ഒഴുക്കാൻ തീരുമാനിച്ചതെങ്കിലും അതിൽ ബഹുഭൂരിപക്ഷം പേരും LDF-ന്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഈ വിജയപ്രതീക്ഷ അതുപോലെ നിലനിൽക്കട്ടെ. നാളെ നമുക്ക് കാണേണ്ടി വരും. തീർച്ചയായും. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബുരാജൻ പ്രതികരിക്കുന്നു. പഞ്ചായത്തിനെ കുറിച്ച് രൂക്ഷമായ വിമർശനമാണ് എതിർ മുന്നണികൾ ഉയർത്തിയത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു? പഞ്ചായത്തിനെ പറ്റി രൂക്ഷമായ വിമർശനമൊന്നും ഉണ്ടായില്ല. പഞ്ചായത്ത് പ്രത്യേകിച്ച് ഈ വാർഡിൽ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് നന്നായി വികസന പ്രവർത്തനം നടന്ന വാർഡാണ് ഈ വാർഡ്. അത് സ്ക്വാഡ് ഇറങ്ങിയിട്ടുള്ള മുഴുവൻ പേർക്കും അറിയാം. അവിടെ ഇനി റോഡുകളുടെ കാര്യത്തിൽ ഇനി വലിയതായിട്ടൊന്നും കോൺക്രീറ്റ് പോലും ചെയ്യാനില്ലാത്ത ആ സാഹചര്യമാണ് ആ വാർഡിലുള്ളത്. അതുകൊണ്ട് ആ വികസനത്തിന്റെ കാര്യമൊന്നും ജനത്തിന് മുമ്പിൽ ഏറ്റിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ ഞങ്ങൾ LDF-ന് കിട്ടേണ്ടുന്ന 98% വോട്ട് ഞങ്ങളുണ്ടെന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെയധികം വിജയപ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ ജയിക്കും. കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ പൂങ്കോട് വാർഡ് LDF സ്ഥാനാർത്ഥി ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഭൂരിപക്ഷത്തെക്കുറിച്ച് ഒന്ന് പ്രവചിക്കാൻ കഴിയും? ഞാൻ ഒരു 75-നും 100-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷത്തിൽ ഗ്രീഷ്മ ചൂടൻ ജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഓക്കെ. പഞ്ചായത്ത് മെമ്പർ വിഷ്ണുരാജ്, ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിന്റെ ഭരണത്തെ വിലയിരുത്തുന്ന തരത്തിലായിരിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റായ പൂങ്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഇടതുപക്ഷങ്ങളിലെ വാർഡുകളിൽ വന്ന വികസനത്തെ പോലെ തന്നെ പൂങ്കോട് വാർഡിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു വാർഡാണ്. ആ വാർഡുമായി ബന്ധപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരേണ്ട സാഹചര്യമെല്ലാം ഇവിടുത്തെ പൂങ്കോട് ജനതയ്ക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് ഗ്രീഷ്മ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നുള്ളത് LDF-ന് മാത്രമല്ല പൂങ്കോട് ജനതയ്ക്കും അറിയാം. ഇവിടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന ഓരോ വോട്ടർമാർക്കും അത് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് അവരുടെ ആ പ്രവർത്തനത്തിലൂടെ സഖാവ് ഗ്രീഷ്മയ്ക്ക് വോട്ട് നൽകിയിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ 10 മണി കഴിയുമ്പോൾ ഈ വാർഡിന്റെ ഫലം വരുമ്പോൾ LDF വിജയിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്ത ഈ സാക്ഷി TVക്ക് അടക്കം നൽകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ വിജയപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകട്ടെ. നാളെ തമ്മിൽ കാണാം. UDF-ന്റെ നേതാക്കന്മാരെല്ലാം ഇവിടെ തന്നെയുണ്ട്. ശ്രീ വിമൽ കുമാർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നേതാവാണ്. എങ്ങനെ കാണുന്നു? പൂങ്കോട് വാർഡിലെ മുൻ UDF സ്ഥാനാർത്ഥി ബിജു പ്രതികരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം UDF-ന് വിജയ സാധ്യതയുണ്ട്? UDF മികച്ച ആത്മവിശ്വാസത്തിലാണ്. കൃത്യമായിട്ട് ഞങ്ങൾ ജയിച്ചിരിക്കും. അത് നാളെ നമ്മൾ 10 മണിക്ക് നമുക്ക് നേരിട്ട് കാണാം. നാളെ അതിൻ്റെതായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തി കഴിഞ്ഞു.
കൃത്യമായിട്ട് UDF ഒരു 40-50 വോട്ടിന് കൃത്യം ജയിച്ചിരിക്കും. ഒരു അടിയൊഴുക്കലിനെ സംബന്ധിച്ച് ചില ഇടങ്ങളിൽ നിന്ന് ആരോപണം ഉയർന്നു. ഇത് ആരെ സഹായിക്കും? ഇല്ല, അങ്ങനെ അടിയൊഴുക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. UDFിനായിട്ടുള്ള സ്വാധീനമുള്ള ഒരു വാർഡാണിത്. കൃത്യമായിട്ട് ഇപ്രാവശ്യം UDF തന്നെ ജയിച്ചിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ഉയർന്നു വന്നത് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെ സംബന്ധിച്ചായിരുന്നു. എന്നാൽ മറുഭാഗങ്ങളിൽ നിന്ന് വ്യക്തിഹത്യ നടത്തുന്നു എന്നുള്ള ഒരു ആരോപണമുണ്ട്. ഇത് ജനം എങ്ങനെ മുഖവിലേക്കെടുത്തു? അതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യമെന്ന് വെച്ചാൽ, ഒരു സ്ഥാനാർത്ഥി ഇത്രയും വളരെ മോശമായി ചിത്രീകരിച്ച ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ UDFിന്റെ സ്ഥാനാർത്ഥി അത്രമേൽ അതെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ പറ്റത്തില്ല. ആ രൂപത്തിലാണ് മൈക്കിൽ കൂടെ ആയാലും വാട്സപ്പിൽ കൂടെ ആയാലും ഫേസ്ബുക്കിൽ കൂടെ ആയാലും ഇത്രയും നേരം മോശമായിട്ട് സംസാരിച്ച ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് അതിനൊരു പ്രതികരണം ഉണ്ടാവും. UDF തന്നെ വിജയിക്കും, 100% ഉറപ്പാണ്. ഫലത്തെ സംബന്ധിച്ച് അതിന്റെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് ഒരു പ്രവചനം നടത്താൻ ഇപ്പോൾ കഴിയുമോ? തീർച്ചയായും കഴിയും. ഏകദേശം ഒരു 40-50 വോട്ടിന് UDF ജയിച്ചിരിക്കും. അപ്പോൾ ഈ വിജയ സാധ്യത നിലനിൽക്കട്ടെ. നാളെ നമുക്ക് കാണേണ്ടി വരും. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. അപ്പോൾ പൂങ്കോട് വാർഡിലെ തെരഞ്ഞെടുപ്പ് വോട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സാക്ഷിക്ക് അറിയാൻ കഴിഞ്ഞത് 1-ാം ബൂത്തായ കൃഷിഭവനിൽ, അതോടൊപ്പം തന്നെ 2-ാം ബൂത്തായ പാട്ടുപുരിക്കലും നല്ല തരത്തിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. കൃഷിഭവനിൽ 645 വോട്ടർമാരിൽ 432 പേരും, പാട്ടുപുരയ്ക്കൽ 535 വോട്ടർമാരിൽ 427 പേരും വോട്ട് ചെയ്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരിയ വ്യത്യാസം വേണ്ടിവരും. പൂർണ്ണമായ ലിസ്റ്റ് സാക്ഷി വളരെ വൈകാതെ തന്നെ പ്രേക്ഷകരിലെത്തിക്കും. ഇതിന്റെ ഫലപ്രഖ്യാപനം നാളെ ഉണ്ടാകും. വോട്ടെണ്ണൽ മുതൽ ഫലപ്രഖ്യാപനം വരെ തത്സമയ സംപ്രേഷണം സാക്ഷിയിൽ നിന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളും. പാട്ടുപുരയ്ക്കൽ ഇലക്ഷൻ ബൂത്തിൽ നിന്നുകൊണ്ട് സാക്ഷിക്ക് വേണ്ടി ഗോപൻ മുദ്ര.